മംഗല്യപ്പൊഴുതുകൾ കൊള്ളുവാന് കുളിച്ചു ജപിച്ചല്ലോ കുറിയുമിട്ട് വിരിപടത്തിലോ കന്നി സുഖമിരുന്ന്. ഇന്ന് തോറ്റമ്പാട്ട് 3-ാം ദിവസം ആറ്റുകാൽ ശ്രീഭദ്രകാളിയുടെ മനുഷ്യാവതാരമായിട്ടുള്ള തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവിൻ്റെയും വടക്കും കൊല്ലം വാഴുന്ന ഓമന പിറന്നുണ്ണി പാലകൻ്റെയും തൃക്കല്യാണം വർണ്ണിക്കുന്ന മാലപ്പുറം പാട്ട്. വിവാഹ ദിവസം രാവിലെ ശ്രീഭദ്രകാളിയമ്മ മാതാവ്, അതായത് തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവ്, കുളിക്കടവിലെത്തി എണ്ണ തേച്ച് കുളിച്ച് മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധിയാക്കിയിട്ട് മാമൻകൂറ നല്ല മന്ത്രകോടി എന്ന മുത്തുപ്പട്ട് ദേവി ഞൊറിഞ്ഞെടുക്കുകയാണ്. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി 106 നല്ല കുറി വരച്ച് പൂവായ പൂവിൻ്റെ എല്ലാം മാല തിരുമുടിയിൽ വെച്ച് ധരിച്ച് അണിഞ്ഞൊരുങ്ങി ഏറ്റവും സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ട് തെക്കും കൊല്ലം എന്ന മനയകത്ത് വീരാർമണി എന്ന പന്തലിൽ ദൈവകന്യാവ് ഒരുങ്ങിയിരിക്കുകയാണ് വിവാഹത്തിനൊരുങ്ങിയിട്ട്. തുടർന്ന് പാലകൻ മാല വയ്ക്കാൻ നേരം, അതായത് ദേശവൻ എന്ന ചെറുകണിയാർ പറയുന്നതനുസരിച്ച് പാലകൻ മാല വയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ തൻ്റെ വശത്തിരുന്ന ദേവകന്യാവിനെ കാണുവാനില്ല. പലവട്ടം നോക്കിയിട്ടും ദേവകന്യാവിനെ കാണുവാനില്ല. തുടർന്ന് അമ്മാവൻ സ്ഥാനം അലങ്കരിക്കുന്ന വായുദേവൻ പലയിടത്തുനിന്ന് 7 സ്ഥലങ്ങളിൽ നിന്നാണ് ദേവിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അതായത് വെച്ച വിളക്കിൻ്റെ ദീപത്തിൽ, തുടർന്ന് ശംഖിലെ കടലിലെ തിരമാലയിൽ, ശംഖിൻ്റെ ഉള്ളിൽ, താഴികക്കുടത്തിൽ, ഇങ്ങനെ 7 സ്ഥലങ്ങളിലായിട്ട് ദൈവകന്യാവ് ഒളിയിരിക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം നിന്ന് വായുദേവൻ ദൈവകന്യാവിനെ ആ വീരാർമണി എന്ന പന്തലിലേക്ക് പിടിച്ചുകൊണ്ടിരുത്തുകയാണ്. തുടർന്ന് പാലകൻ മാല വയ്ക്കാൻ നേരം, മാല എടുത്ത് വെക്കുന്ന നേരം ഈ മാല നേരെ ചെന്ന് 2ആയി പിളർന്ന് കൈലാസത്ത് ശ്രീ പരമേശ്വരൻ്റെ മുമ്പിൽ ചെന്ന് വീഴുകയാണ്. താൻ ഭൂമിലോകത്തയച്ച മകൾക്ക് കല്യാണമാണ്, വിവാഹമാണ് എന്ന് മനസ്സിലാക്കിയ ശ്രീ മഹാദേവൻ വിഷ്ണുമായികയെ വിളിപ്പിച്ചിട്ട് ഏകമിന്നോട് നല്ല യോഗമെന്ന ദേവനിർമ്മിതമായിട്ടുള്ള മാല വിഷ്ണുമായികയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ഇങ്ങനെ ഈ മാലയും, അതായത് ഈ ഭഗവാൻ നൽകിയ ഏകമിന്നോട് നല്ല യോഗമെന്ന ദേവനിർമ്മിത മാലയും പാലകൻ്റെ കയ്യിൽ നിന്നുള്ള ആ വളർമാലയും വിഷ്ണുമായികയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് ഭൂമിലോകത്ത് കൊണ്ട് ഏൽപ്പിക്കാനും പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുമായിക ഏകമിന്നോട് നല്ല യോഗമെന്ന മാല ശ്രീഭദ്രകാളിയമ്മ, അതായത് തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവിന് നൽകുകയും ആ ഘോഷം തുടങ്ങുന്ന സമയത്ത്, വാദ്യമേളങ്ങൾ തുടങ്ങുന്ന സമയത്ത് ദൈവകന്യാവ് തൻ്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഏകമിന്നോട് നല്ല യോഗമെന്ന ദേവനിർമ്മിതമാല സ്വന്തം കഴുത്തിൽ വയ്ക്കുകയും പാലകനാൽ മാല വയ്ക്കപ്പെടേണ്ടിയിരുന്ന കന്യാവ് പാലകനാൽ മാല വയ്ക്കപ്പെടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പാലകൻ്റെ മാല പാലകൻ കണ്ണടച്ച് സ്വന്തം കഴുത്തിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വിവാഹാനന്തരം, അതായത് പാലകനാൽ മാല വയ്ക്കപ്പെടാതെ ഇരിക്കുന്ന ദൈവകന്യാവും പാലകനും എഴുന്നേൽക്കുകയും ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് കുടിക്കാനായിട്ട് പാല് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പാലകൻ കുടിച്ച ശേഷം ബാക്കി പാല് ദൈവകന്യാവിന് നൽകുമ്പോഴും ഭഗവതി അത്, അല്ലെങ്കിൽ ശ്രീഭദ്രകാളിയമ്മ മാതാവ് അത് അകക്കണ്ണുകൊണ്ട് എരിച്ചു കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം. പാലകൻ കഴിച്ചിട്ട് പകുതി കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അകക്കണ്ണുകൊണ്ട് ശ്രീഭദ്രകാളിയമ്മ മാതാവ്, അതായത് തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവ് എരിച്ചു കളയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, അവർ തമ്മിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലായിരുന്നു എന്നാണ്. കാരണം ശ്രീഭദ്രകാളിയമ്മ മാതാവിന്, അഥവാ തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവിന് മനുഷ്യ സംസർഗം തീരെ അപ്രിയമായിരുന്നു. ഇത് തോറ്റമ്പാട്ടിൻ്റെ പല സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ശ്രീഭദ്രകാളിയും തൻ്റെ 7 കാളികളും ചെന്തിട്ടം വാഴുന്ന പുരയിലേക്ക് പോകാൻ നേരത്ത് പാലകൻ കൂടെ പോവാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, പാലക അങ്ങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ പാലകൻ പറയാണ്, എന്താണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായില്ലേ? അപ്പോൾ കന്യാവ് പറയാണ്, 7ാം തൃക്കല്യാണവും മഞ്ഞ നീരാട്ടം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധം, ദാമ്പത്യ ജീവിതം ആരംഭിക്കുള്ളൂ. അതുവരേക്കും ഞാനും തോഴിമാരും ചെന്തിട്ടം വാഴുന്ന പുരയിലും അങ്ങും തോഴന്മാരും നാടകശാലാമുഖപ്പിലും താമസിച്ചുകൊള്ളാനായിട്ട് പറയുന്നു. തുടർന്ന് ദേവി തൻ്റെ കാളിമാരോടൊത്ത്, തോഴിമാരോടൊത്ത് ചെന്തിട്ടം വാഴുന്ന പുരയിൽ 7ാം മാളികയിൽ പൊഞ്ചൂരൽ മണി എന്ന കട്ടിലേക്ക് എഴുന്നള്ളുകയും ശ്രീഭദ്രകാളിയമ്മ മാതാവ്, അതായത് തെക്കും കൊല്ലം വാഴുന്ന ദൈവകന്യാവ് ആ പൊഞ്ചൂരൽ മണി എന്ന കട്ടിൽ വിശ്രമിക്കുകയും ബാക്കി തോഴിമാരാകട്ടെ വെഞ്ചാമരം വീശി തണുപ്പിക്കുകയാണ് ദേവിയെ. അതുകൂടാതെ പച്ചടയ്ക്കയും പഴുത്തടയ്ക്കയും കൂട്ടി ദേവിക്ക് മുറുക്കാനായിട്ട് നൽകുന്നുമുണ്ട്. തോറ്റമ്പാട്ടിലെ ഏറ്റവും മനോഹരവും ശ്രവ്യമനോഹരവും ഇമ്പമാർന്നതുമായിട്ടുള്ള ഭാഗമാണ് മാലപ്പുറം പാട്ടെന്ന കല്യാണ ഭാഗം. ഏകദേശം 1/4 മണിക്കൂറോളം വരുന്ന വർണ്ണന തന്നെ ദേവിയുടെ കുളിക്കുന്നതും അണിഞ്ഞൊരുങ്ങുന്നതുമായിട്ടുള്ള ഭാഗം തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ദേവി ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും പ്രത്യേകം പേരുകൾ തന്നെ എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ നോക്കിക്കഴിഞ്ഞാൽ മുടിപ്പുരകളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പലയിടത്തും മാലപ്പുറം പാട്ട് പാടുന്ന സമയത്ത് അവിടുത്തെ ശാന്തിക്കാരൻ ആരാണോ അദ്ദേഹം ആ വിഗ്രഹത്തിൽ, അഥവാ ആ വെച്ചിരിക്കുന്ന ഉടവാളിൽ മാല ചാർത്തുന്ന, മാല വയ്ക്കുന്ന ഒരു പതിവ് ഉണ്ട്. എന്നാൽ ആറ്റുകാലിലാകട്ടെ അവിടെ മാലവെപ്പ് എന്നൊരു ചടങ്ങില്ല. പകരം 3-ാം ദിവസമാണ് ഇവിടെ മാലപ്പുറം പാട്ട് പാടുന്നത്.